നമുക്ക് ഫൈസി സക്കാഫി ദാരിമി അതൊക്കെ ഉണ്ടാവും. ഇപ്പൊ പെണ്ണുങ്ങൾ ചുരുക്കി പറഞ്ഞാൽ ഇൽമിന്റെ കുറവിൽ എല്ലാവരും സനതും വാങ്ങിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എല്ലാവരുടെ പേരിന്റെ കൂടെ ബിരുദുണ്ട്, പെണ്ണുങ്ങൾക്ക് 2-3 ബിരുദാണ്. പക്ഷേ എല്ലാം ഉണ്ടായിട്ട് വിവാഹം കഴിഞ്ഞിട്ട്, വിവാഹം കഴിയണ്ട, എൻഗേജ്മെന്റ് നടത്തിയാണ്. 2 ആളുകൾ കൂടെ ഇരുന്നിട്ട് അന്യ ആണും പുരുഷനും നിക്കാഹ് കഴിയാതെ അന്യ ആളുകളാണ്, അജ്നബിയാണ്. അവർ ഒരുമിച്ച് ഫോട്ടോ എടുക്കുന്നു, സംസാരിക്കുന്നു, യാത്ര ചെയ്യുന്നു. പിന്നെന്തിനാണ് ഇസ്ലാമിന്റെ പേരിൽ ഒരു നിക്കാഹ് എന്ന് പറയുന്ന നാടകം കളിക്കുന്നത്? എന്തിനാണ് അവർക്ക് നിക്കാഹ്? അവർക്ക് എന്തിനാ നിക്കാഹ്? എല്ലാവരും ഇതിൽ ആരും വ്യത്യാസമില്ല. എല്ലാ ഉമറാക്കളും എല്ലാ നേതാക്കന്മാരും കണക്കാണ്. അവരെ സൗകര്യങ്ങളും അവരെ ഇഷ്ടങ്ങളും കഴിഞ്ഞതിന് ശേഷമുള്ള ഇസ്ലാം അത് മതി. അവർ ഉദ്ദേശിച്ച പോലെ മംഗളം നടക്കണം, അവർ ഉദ്ദേശിച്ച പോലെ കച്ചവടം നടക്കണം. അത് കഴിഞ്ഞതിന് ശേഷം വേറെ എന്തെങ്കിലുമൊക്കെ ദീനിന്റെ കാര്യം ഉണ്ടെങ്കിൽ കേൾക്കുക. അങ്ങനെയല്ല, അള്ളാഹുവിന്റെ നിയമങ്ങൾ നമുക്ക് പാലിക്കാനുള്ളതാണ്. പ്രത്യേകിച്ച് പരസ്യമായിട്ട് റബ്ബിന്റെ നിയമങ്ങൾ ലംഘിച്ചാൽ അള്ളാഹു നമ്മളെ പിടികൂടും. അവർക്ക് മാപ്പില്ല. മുജാഹിർ എന്ന് പറഞ്ഞാൽ ഹദീസിലുണ്ട്, അവർക്ക് മാത്രം അഫൂ ചെയ്യൂല എന്ന്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ തെറ്റുകളിൽ നമ്മൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങ്. ഞാൻ എന്നോട് പറയാണ്, അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു